നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ നിലവിൽ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിരിക്കേണ്ട ആവശ്യകത വളരെ നിർബന്ധം തന്നെയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. പുതുതായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ആർമി നോട്ടിഫിക്കേഷനിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും. അത് റിക്രൂട്ട്മെൻറ്റിൻ്റെ രീതികളിൽ മാറ്റം വരുത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതൊരു ബേസിക് ലെവലിൽ ഇതിനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ മുതൽ ഒരു അഡ്വാൻസ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് വരെ മനസ്സിലാകുന്ന രീതിയിലാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് വളരെ ശ്രദ്ധാപൂർവ്വം കണ്ടിരിക്കുക. സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും ഈ ഒരു കണ്ടന്റിലേക്ക് കിടക്കാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, വീഡിയോക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ പരമാവധി ചുരുക്കി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കാലിക്കറ്റ് AROയുടെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഇതിൽ GD എന്ന് പറയുന്നൊരു ട്രേഡ് ഉണ്ട്. അത് 10ാം ക്ലാസ് മാത്രമേ അതിന് വേണ്ടൂ. GD നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതേ പോസ്റ്റ് പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാനുള്ളതാണ് WMP എന്ന് പറയുന്നത്. GD തന്നെയാണ്, പക്ഷേ പേര് മാറ്റം എന്ന് പറയാൻ പറ്റും. അതായത് മുൻപ് നമ്മളിതൊക്കെ അപ്ഡേറ്റ് ചെയ്തതായിരുന്നു. അതായത് മുൻപ് പെൺകുട്ടികൾക്ക് സോൾജർ ആവാനുള്ള ഒരു അവസരം ആർമിയിൽ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കേസും കാര്യങ്ങളൊക്കെ നടക്കുകയും ഒരു അപ്പീൽ പോവുകയും അങ്ങനെ പല കാര്യങ്ങൾക്ക് ശേഷം വനിതകൾക്ക് GD പോസ്റ്റിലേക്ക് ഒരു എൻട്രി നൽകിയതായിരുന്നു WMP എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ഇതിലേക്ക്, അതായത് പെൺകുട്ടികൾക്ക് ടെറിറ്റോറിയൽ ആർമിയിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് TA പെൺകുട്ടികൾക്ക് എൻട്രി ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമൊക്കെ നടന്നതിന് ശേഷം ഇപ്പോൾ TA എന്ത് ചെയ്യുന്നുണ്ട്, പെൺകുട്ടികളെ എൻട്രി ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ TA ആർമി സോൾജർ എന്നായിരിക്കും, സോൾജർ GD എന്നായിരിക്കും എന്തില്ല ആൺകുട്ടികളുടെ. ഇപ്പോൾ സോൾജർ GD ഉണ്ട് അതിൽ, ഓക്കെ GD ഉണ്ട്. ചില സമയത്ത് എന്ത് ചെയ്യാം, TA ആർമി സോൾജർ എന്തായിരിക്കും, WMP എന്നായിരിക്കും അവരുടെ പേര്. അതായത് സെയിം റാങ്ക് തന്നെയാണ്, സോൾജർ റാങ്ക് തന്നെയാണ്. അവർക്ക് കൊടുക്കുന്ന സാലറി, അവരുടെ ഏജ് ലിമിറ്റ്, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഫിസിക്കലിൽ ഗേൾസും ബോയ്സും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതിലൊരു ഡിഫറൻസ് ആണ് നമുക്കിതിൽ എടുത്തു പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വുമൺ മിലിറ്ററി പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്യും. അത് നമ്മൾ തീർച്ചയായിട്ടും, അതായത് ഒരുപാട് നോട്ടിഫിക്കേഷൻ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. ആർമിൻ്റെ സൈറ്റിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഓരോന്നെടുത്ത് എനിക്ക് വീഡിയോ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. കാരണം ഞാൻ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്, എല്ലാം നമുക്ക് ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയങ്ങൾ കൂടും. ഇതിപ്പോൾ നമ്മൾ 2 നോട്ടിഫിക്കേഷൻ കമ്പൈൻ ചെയ്ത്, അതായത് തിരുവനന്തപുരം ARO ഉണ്ട്, കാലിക്കറ്റ് ഉണ്ട്. ഞാൻ ഇപ്പം പറയുന്നില്ല, ഞാൻ മുമ്പോട്ടേക്ക് വിശദീകരിച്ച് പറയുമ്പം ബേസിക് ലെവലുള്ളവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഒറ്റയടിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ 2 നോട്ടിഫിക്കേഷൻ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് തന്നെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ 3-4 എന്നല്ല 5-6-7 നോട്ടിഫിക്കേഷനൊക്കെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടാവും. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപാട് അവസരങ്ങൾ, ഇപ്പോൾ ഓഫീസർ എൻട്രി ആണെങ്കിലും സോൾജർ എൻട്രി ആയിട്ടാണെങ്കിലും പിന്നെ നമ്മുടെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, അങ്ങനെ പല നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഉള്ളത്. ടെമ്പററി അല്ല, അഗ്നിവീർ, അതുപോലെ തന്നെ പെർമനൻറ്റ് കാറ്റഗറി, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് ചെയ്താലുള്ള ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇതിൽ 2 ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ളവർക്ക്, അതായത് ബേസിക് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിലാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ വുമൺ മിലിറ്ററി പോലീസിൻ്റെ നമ്മൾ ചർച്ച ചെയ്യും കേട്ടോ. അതായത് പെൺകുട്ടികളുടെ GD, പെൺകുട്ടികളുടെ സോൾജർ പോസ്റ്റ്, അതായത് പട്ടാളക്കാരി, ആ ഒരു പോസ്റ്റ്, പട്ടാളക്കാരി ആ ഒരു ലെവലിൽ മനസ്സിലാവാൻ വേണ്ടി പറയുന്നത്. ചെറിയ കുട്ടികളായിരിക്കും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ചെറുതുകൊണ്ട് അത്യാവശ്യം കുറച്ച് 21 വയസ്സ് 22 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്തവണ കൊടുക്കാൻ പറ്റും. അപ്പം 17 വയസ്സ് മുതലുള്ള ചെറിയ കുട്ടികൾ മുതൽ 22 വയസ്സ് വരെ ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, അതുകൊണ്ടാണ് ഇത്ര ബേസിക് ലെവലുള്ള ഉദാഹരണങ്ങളോട് കൂടി ഞാൻ പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അഡ്വാൻസ് ലെവലുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ വരെ ഇതിലുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് AROൻ്റെ നോട്ടിഫിക്കേഷനാണ്. ബേസിക് ലെവലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കേരളത്തിൽ 2 ARO ആണുള്ളത്. ARO എന്ന് പറയുമ്പം ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസ് എന്നാണ് വരുന്നത്. അതായത് ഏറ്റവും ബേസിക് ആയിട്ട് മറ്റൊരു എക്സാമ്പിൾ വളരെ പെട്ടെന്ന് പറഞ്ഞു ചുരുക്കാം. ഒരു ക്ലാസ് 100 ആൺകുട്ടികൾ 100 പെൺകുട്ടികൾ, G അതുപോലെ B, ആൺകുട്ടികളും പെൺകുട്ടികളും. ഇവരെ ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്ത് നിയന്ത്രിക്കണം. ഒരു എക്സാമ്പിൾ മാത്രമാണ്. ടീച്ചേഴ്സ് ഇല്ല, അതൊരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്, 200 കുട്ടികൾ ടോട്ടലുണ്ട്. അപ്പോൾ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 2 പേരെയും നോക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, നേരെ ആൺകുട്ടികളിൽ നിന്നൊരു ലീഡർ, പെൺകുട്ടികളിൽ നിന്നൊരു ലീഡർ. അപ്പോൾ ഇവരുടെ വർക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യാനായിട്ട് സബ് ലീഡർ അല്ലെങ്കിൽ സെക്കൻഡ് ലീഡർ എന്ന് പറഞ്ഞിട്ട്, പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് സെക്കൻഡ് ലീഡർ, ആൺകുട്ടികളുടെ കയ്യിൽ നിന്ന് സെക്കൻഡ് ലീഡർ. അപ്പോൾ ഇവരുടെ വർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട്, കുറച്ചുകൂടി ഈസി ആയിട്ട് നടത്താനും കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് നടത്താനും സാധിക്കുന്നതായിരിക്കും. പിന്നെ കുറച്ച് ആക്യുറേറ്റ് ആയിട്ട്, അതായത് എല്ലാവരും നോക്കുമ്പം ആരൊക്കെയാണ് സംസാരിക്കുന്നത്, ആരൊക്കെയാണ് മർമറിങ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അവിടെ ഇരുന്ന്
പഠിക്കാതിരിക്കുന്നത്, ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒറ്റ വ്യക്തിക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഈ 2 ARO നമ്മൾ പറഞ്ഞല്ലോ, ഈ 2 ARO എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ തിരുവനന്തപുരം ARO ആണ്, മറ്റൊന്ന് നമ്മുടെ കാലിക്കറ്റ് ARO ആണ്. ഇത് രണ്ടും ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസാണ്. ഇത് വരുന്നത് നമ്മുടെ ബാംഗ്ലൂർ ZARO ഉണ്ട്, ZARO, അതായത് സോണൽ ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസ്. അപ്പോൾ അതിൻ്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് രണ്ടും പ്രവർത്തിക്കുന്നത്, ഈ രണ്ടെണ്ണവും പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ നേരിട്ട് ഇതിൻ്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്, WMP വരുന്നത്, അതായത് വുമൺ മിലിറ്ററി പോലീസ് വരുന്നത്. ഇത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, പെൺകുട്ടികൾക്ക് വേണ്ടി വിളിക്കുന്നു. കാരണം ഇവിടെ വേക്കൻസി പൊതുവേ ഇതിന് അധിക സമയങ്ങളിൽ 100 വേക്കൻസിൻ്റെ അടുത്തൊക്കെയാണ് നമ്മുടെ WMPയിലേക്ക് വരാറുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മുമ്പൊക്കെ എങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മേ ബി അത് കൂടിയിട്ടുണ്ടാവും. അതിൻ്റെ വേക്കൻസിൻ്റെ കാര്യങ്ങളൊന്നും ആർമി കൃത്യമായിട്ട് നമുക്ക് അനൗൺസ് ചെയ്ത് തരുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഓക്കെ, എനിവേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജിലായിരുന്നു 100 ഒഴിവുകൾ ഇനിഷ്യൽ സ്റ്റേജിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡാറ്റയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. മേ ബി മാറിയിട്ടുണ്ടാവാം. അതിൻ്റെ ഡാറ്റ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് അത്ര ഒരു ലേറ്റ് ആയത്, അതായത് ഇവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ ഒരു 10 കുട്ടികളേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അവിടെ നിന്ന് 5 കുട്ടികൾ ആൺകുട്ടികളും 5 കുട്ടികൾ പെൺകുട്ടികളാകുന്ന സമയത്ത് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട, 2 സെക്ഷൻ ആളെ വിളിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ഇവിടെ WMPൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. കുറച്ച് വേക്കൻസികൾ, കുറച്ച് അപേക്ഷകരെ വരുന്നുള്ളൂ. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ഹെഡ് തന്നെ എന്ത് ചെയ്യുന്നു, ഈ ആർമി റാലി കണ്ടക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് പറഞ്ഞാണ്. അത് ബാംഗ്ലൂർ പോയിട്ടാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. അവർക്കറിയാം, വനിതകൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഞാനിത് എക്സാമ്പിളിലൂടെ പറഞ്ഞതാണ് കേട്ടോ, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഈ 2 റിക്രൂട്ട്മെൻറ്റ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ZARO തൽക്കാലം ഇവിടുന്ന് മായ്ച്ച് കളയാം. അതായത് നമ്മുടെ ബാംഗ്ലൂർ തൽക്കാലം മായ്ച്ച് കളയാം. കാരണം അത് വുമൺ മിലിറ്ററി പോലീസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വരച്ചതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ആൺകുട്ടികളുടെ റാലിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. പെൺകുട്ടികളുടെ വീഡിയോ ഞാൻ ചെയ്യും, WMPൻ്റെ ഞാൻ ചെയ്യും. GDൻ്റെ അതേ യോഗ്യതകളാണ്, നിങ്ങൾ നോക്കിക്കോ. ഫിസിക്കലിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. പെൺകുട്ടികളും ഈ വീഡിയോ കണ്ടോളൂ, അവർക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ ക്ലാസിൻ്റെ കാര്യങ്ങൾ കൂടി ഞാൻ മുമ്പോട്ടേക്ക് പറയാനായിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ക്ലാസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ സൈറയുടെ ഒരു പുസ്തകം വാങ്ങുന്ന പൈസയുള്ളൂ, 499 രൂപക്ക്. ആ ഒരു പൈസക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈറയുടെ ക്ലാസ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന PDF മെറ്റീരിയൽ. നമ്മുടെ PDF മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കഴിഞ്ഞ തവണ മനസ്സിലായി കാണും. ഒരുപാട് പേര് അതിൽ നിന്ന് പഠിച്ചിട്ട് ലിസ്റ്റിൽ വരാൻ വരെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അഡ്വാൻസ് ലെവലിലാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഒരു പുസ്തകം വാങ്ങുന്ന വിലക്കാണ്. നിങ്ങൾ ഇതിനകം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പുസ്തകം പോലെ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സുകൾ ഇതും നിങ്ങൾക്ക് എടുക്കാം. ഇത് വളരെ വളരെ നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും മുമ്പോട്ടേക്ക് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട്. എക്സാമിൽ ഇത്തവണ കട്ട് ഓഫ് കൂടാനായിട്ട് പോകുന്നത് എല്ലാം ഞാൻ പറയുന്നുണ്ട്. തുടക്കത്തിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ തൽക്കാലം മാറ്റി വെക്കുക. സൈറേൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് മുമ്പോട്ടേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നേരെ നമ്മുടെ ഈ AROൻ്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ തിരുവനന്തപുരം ARO ആണെങ്കിലും അതുപോലെ തന്നെ കാലിക്കറ്റ് ARO ആണെങ്കിലും രണ്ടിനും വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് ഇപ്പം ആ ഒരു ക്ലാസ്സിൻ്റെ കാര്യം തന്നെ, ക്ലാസ് ലീഡേഴ്സ് രണ്ടും ഒരു ക്ലാസ് നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകാനാണല്ലോ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ശ്രമിക്കുന്നത്. അത് ഒരേ ക്ലാസ്സിലെ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്യുന്നതേ ഉള്ളൂ. അതേ സംഭവം തന്നെ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റിൻ്റെ ജസ്റ്റ് വരച്ചതാണ്. ഓക്കെ, നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റിൻ്റെ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി നേരെ കേരളത്തിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് കാലിക്കറ്റിനും അതുപോലെ ഒന്ന് തിരുവനന്തപുരത്തിനും കൊടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് എന്താ, ഇതിൽ വരുന്ന ക്വാളിഫിക്കേഷനിൽ വ്യത്യാസമില്ല, ഏജിൽ വ്യത്യാസമില്ല, യാതൊന്നിലും വ്യത്യാസമില്ല. ആകെ വ്യത്യാസം വരുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള ജില്ലകളില്ല നോട്ടിഫിക്കേഷനിൽ, അതിൽ മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. കാരണം തിരുവനന്തപുരത്തിൻ്റെ കീഴിലുള്ള കാലിക്കറ്റിൻ്റെ കീഴിലുള്ള ജില്ലകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്തിൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിലൊരു വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത് ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്ന ജില്ലകളിൽ നിന്നുള്ളവർക്ക് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ കാലിക്കറ്റിൻ്റെ തിരിച്ചു നോക്കാം. നമ്മൾ തിരിച്ച് കാലിക്കറ്റ് AROൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു അപേക്ഷ വിളിച്ചിട്ടുള്ളത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലക്ഷദ്വീപ്, മാഹി. ലക്ഷദ്വീപ് ഉള്ളവർക്കും നമ്മുടെ കാലിക്കറ്റ് AROൻ്റെ കീഴിലാണ് കേട്ടോ വരുന്നത്. മാഹിയിലുള്ളവർക്കും കാലിക്കറ്റ് AROൻ്റെ കീഴിലാണ് വരുന്നത്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം കാലിക്കറ്റ് ARO ആണെങ്കിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ARO ആണെങ്കിൽ സെയിം ആണ്. പിന്നെ ഇവരുടെ റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്ന ടൈമിൽ, അതായത് എക്സാമിലല്ല, ഇവരുടെ റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിൽ
പിന്നെ മറ്റൊരു വ്യത്യാസം വരുന്നത് ഇവരുടെ റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്ന എക്സാം അല്ല കേട്ടോ, റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്ന ഇതിൻ്റെ ഫിസിക്കലൊക്കെ നടക്കുമ്പം ആദ്യം കാലിക്കറ്റാണ് പൊതുവെ നടക്കാറുള്ളത്. ഇത്തവണയൊക്കെ തിരുവനന്തപുരമായിരുന്നു. ആദ്യം അത് നടക്കും, അതിനുശേഷം തിരുവനന്തപുരം നടക്കും. ആ ഒരു രീതിയിലാണ് നടന്ന് പോകാറുള്ളത്. അതേ ഒരു വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. പിന്നെ ആദ്യം തിരുവനന്തപുരം അല്ലെങ്കിൽ കാലിക്കറ്റ് എയറോ ട്രെയിനിങ്ങിന് കയറുന്നു, അതിൻ്റെ പുറകെ തന്നെ തിരുവനന്തപുരം കയറുന്നു. ആ ഒരു ലെവലിൽ പോകുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്ത 2 പേരെയും കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നെന്ന് കരുതുന്നു. കേരളത്തിലുള്ള എല്ലാ ജില്ലക്കാർക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്താൽ മതി. ജില്ലകൾ ഇവിടെ കാണിക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ പരിഭ്രാന്തി ആവേണ്ട. ഇത്ര നേരം പറഞ്ഞ എക്സ്പ്ലനേഷനിലൂടെ നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലായിട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 13 ഫെബ്രുവരി 2026 മുതലാണ്. ഏകദേശം നിങ്ങൾക്ക് 1 ഏപ്രിൽ 2026 വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. നല്ല സമയം ലഭിക്കുന്നുണ്ട്. അതായത് ഫെബ്രുവരി 13 ശേഷമുള്ള ടൈം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ മാർച്ച് മാസം ഫുള്ള് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഏപ്രിൽ 1 വരെയാണ് നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. ഏപ്രിൽ 1 വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 1.5 മാസത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അപേക്ഷിക്കാനായിട്ടുള്ള സമയം ആർമി നൽകുന്നുണ്ട്. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ വരുന്നത് നമുക്ക് ഏപ്രിലാണ് അപേക്ഷ തീരുന്നത്. അതായത് ഇനി മുതൽ ഏകദേശം നമുക്ക് കാണാൻ സാധിക്കും ഏപ്രിൽ, പിന്നെ മെയ്, ജൂൺ 1 പരീക്ഷയാണ്. മെയ് മാസം ഒരു മാസം അപേക്ഷ കഴിഞ്ഞിട്ട് ഇപ്പം നിലവിൽ എന്നിട്ട് മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസം എക്സാമിന് ഏകദേശം നമുക്ക് കൂട്ടാം. 3-3.5 മാസത്തിൻ്റെ അടുത്ത് തന്നെ ഏകദേശം ഉണ്ട്. അതായത് ജൂൺ 1 മുതൽ 15 ജൂൺ വരെയാണ് പരീക്ഷ പറഞ്ഞത്. ഇത് ടെൻറ്ററ്റീവ് ആണ്, താൽക്കാലിക ഡേറ്റ് ആണ്. പക്ഷേ എന്ത് ചെയ്യും, ഈ ഡേറ്റിൽ തന്നെ ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടത്തും. താൽക്കാലികം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇറർ വന്നാലോ എന്നുള്ള രീതിയിലാണ് താൽക്കാലികം കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളാണെങ്കിലും ഒരു അപ്ഡേറ്റ് നമുക്ക് നോൺ ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിച്ചു നമ്മൾ പറയും, ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്, നടക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്കിങ്ങനെ നോട്ടീസിൽ അച്ചടിച്ച് ലഭിച്ചൊന്നുമല്ല, നമുക്കിങ്ങനെ വാമൊയിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ കിട്ടിയൊരു സംഭവമായിരിക്കും. ഇങ്ങനെ വിളിച്ച് പറയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഓഫീസറാണ് പറഞ്ഞത്, അപ്പോൾ ഇതിങ്ങനെ നടക്കും. ഒരു എക്സാമ്പിളിന് പറയുന്നതാണ് കേട്ടോ, ഇങ്ങനെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അങ്ങനെയുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. ആ ഒരു സംഭവം തന്നെ. അല്ലെങ്കിൽ മേ ബി അതെന്തെങ്കിലും കാരണം കൊണ്ട് മാറ്റി വെക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരെന്ത് ചെയ്തിട്ടില്ല, നോട്ടീസ് അച്ചടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒഫീഷ്യലായിട്ടൊരു ഫോമോ കാര്യങ്ങളൊന്നും ഇറക്കിയിട്ട് ഇങ്ങനെ നടത്തുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഈ ടെൻറ്ററ്റീവ് എന്ന് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ വരുത്താം. പക്ഷേ ഇത് ഭൂരിഭാഗം അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ ഇറ, ഇപ്പോൾ ആർമീൻ്റെ നോട്ടിഫിക്കേഷൻ 1 ഫെബ്രുവരിക്ക് വരുന്ന പറഞ്ഞിട്ട് പിന്നീട് അത് മാറ്റി വെക്കാറുള്ള ടെക്നിക്കൽ ഇറേഴ്സും കാര്യങ്ങളൊക്കെ മേ ബി ആയിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ടെൻറ്ററ്റീവ് കൊടുക്കുന്നുണ്ട് മാറ്റാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഈ ഒരു ഡേറ്റ് പറഞ്ഞെന്ന് വിചാരിച്ച് ഈ ഡേറ്റിൽ തന്നെ കൺഫേം ആയിട്ട് നടക്കണമെന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം 16 ജൂൺ മുതലായിരിക്കും നടക്കുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യാം എന്തായാലും 1 ജൂണിന് ശേഷം നടക്കത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 1 ജൂണിന് ആ കറക്റ്റ് സമയത്ത് തന്നെ നടക്കുകയും ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ജൂൺ മാസത്തിൽ തന്നെ നമുക്ക് എക്സാമിനേഷൻ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള അതായത് ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് നോക്കാവുന്നതാണ്. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി 10th പാസിന് നിങ്ങൾക്ക് അപേക്ഷ, അതായത് അഗ്നിവീർ GDൻ്റെ ക്വാളിഫിക്കേഷൻ 10 ആണ്. അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസിനും 10. ഇത് സെയിം ക്വാളിഫിക്കേഷൻ ആയിരിക്കും കേട്ടോ. GD വുമൺ മിലിറ്ററി പോലീസിൻ്റെ വീഡിയോ നമ്മൾ മുമ്പിലേക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനായിട്ട് GDക്ക് അപേക്ഷിക്കാനായിട്ടുള്ള യോഗ്യത നമുക്ക് ചെക്ക് ചെയ്യാം. യോഗ്യതയായിട്ട് പറയുന്നത് 10ാം ക്ലാസ് വേണം. അതായത് നമ്മുടെ GDൻ്റെ യോഗ്യതയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിന് 10ാം ക്ലാസ് വേണം. 45% മാർക്കോട് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ അഗ്രിഗേറ്റ് ഓഫ് 5 ബേസിക് സബ്ജക്ട് ആൻഡ് മിനിമം 35% മാർക്ക് ഇൻ ഈച്ച് ഓഫ് ദീസ് 5 ബേസിക് സബ്ജക്ട്. ഇവിടെ പണ്ട് മൊത്തത്തിലായിരുന്നു പറയുന്നതെങ്കിൽ ഇപ്പോൾ 5 ബേസിക് സബ്ജക്ട് എന്ന് പറഞ്ഞിട്ട് ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അഡ്വാൻസ് ലെവലിലുള്ളവർക്കും അറിയില്ല, ബേസിക് ലെവലിലുള്ളവർക്കും അറിയാൻ സാധ്യതയില്ല. മേ ബി അറിയുന്നവരും ഉണ്ടാകും. നമ്മളങ്ങനെ അഹങ്കരിക്കുമെന്നല്ല ഞാൻ പറയുകയാണ്, മേ ബി അറിയുന്നവരും ഉണ്ടാകാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ബേസിക് സബ്ജക്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ടേം നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് നമുക്ക് അതായത് നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷ ഉണ്ടല്ലോ, 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ അവിടെ പ്രധാന വിഷയങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പ്രധാന വിഷയമായിട്ടുള്ള മാത്സ്, സയൻസ്, പിന്നെ സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഷ, നമ്മുടെ മലയാളം പോലുള്ള ഭാഷയുള്ള മലയാളം ഫസ്റ്റ് അതുപോലുള്ള ഭാഷകൾ, ഇതിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്കോർ വേണമെന്ന് പറഞ്ഞില്ല. ഇതാണ് ഈ ഒരു 5 സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്കുണ്ട്. ഇപ്പം ഇതിൽ വരാത്തത് നമുക്കുണ്ടല്ലോ മറ്റുള്ളത്, അതായത് നമ്മുടെ IT ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇതിൽ വരുന്നില്ലല്ലോ. എൻ്റെ ഓർമ്മയിൽ വന്നതെന്ന് പറഞ്ഞാണ് കേട്ടോ. ഇത് ഞാൻ ഓരോന്നും അതായത് കൃത്യമായിട്ട് ബാക്കിയുള്ളത് എടുത്ത് പറയാത്തത് പലരും പഠിച്ച പല രീതിയിലായിരിക്കും. ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കേരള ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രലിൻ്റെ അതായത് നമ്മുടെ ഓപ്പൺ സ്കൂളിംഗ് ഉണ്ട്, അങ്ങനെ CBSE പല പാറ്റേണിൽ എക്സാം നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വാലിഡും ആണ്. അതിനൊക്കെ എടുത്ത് അപേക്ഷിക്കാനും പറ്റും. അപ്പോൾ ഓരോരുത്തർ പഠിച്ചത് അവരവരുടേതായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു ടേമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 5 സബ്ജക്റ്റ് ബേസിക്കലി ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ചിലവർക്ക് ഫുൾ A+ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാകും, അവരൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഈ D+ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ ITക്കൊക്കെ D+ ആയിട്ടുള്ള ഇഷ്യൂ ഇല്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊക്കെ പറയുന്നത് അത് ഭൂരിഭാഗം ആൾക്കാർക്ക് ഉണ്ടെന്നാണ് ഞാൻ ഇല്ലാതിരിക്കില്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. അത് മനസ്സിലായെന്ന് കരുതുന്നു. 5 ബേസിക് സബ്ജക്റ്റിനാണ് അത് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. 5 ബേസിക് സബ്ജക്റ്റിൻ്റെ ഒരു റൂളാണ് ഞാനിപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. അതിൽ സംശയമില്ലെന്ന് കരുതുന്നു. 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം, അതിൽ 45% 5 ബേസിക് സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം.
ടോട്ടലാണ് കേട്ടോ, ടോട്ടൽ 45%. അതുപോലെ തന്നെ ആ 5 ബേസിക് സബ്ജക്റ്റ് കൂട്ടുമ്പോൾ ടോട്ടൽ 45% എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ഓഫ് 5 ബേസിക് സബ്ജക്റ്റ് ആൻഡ് മിനിമം 33% മാർക്ക് ഇൻ ഈച്ച് ഓഫ് ദീസ് 5 ബേസിക് സബ്ജക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റൊരു യോഗ്യത കൂടി ഇവിടെ പറയുന്നുണ്ട്, കാൻഡിഡേറ്റ് വിത്ത് വാലിഡ് മോട്ടോർ വെഹിക്കിൾ, അതായത് നമുക്ക് ലൈസൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്, ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ്, LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാർ ഓടിക്കാനുള്ള ലൈസൻസ് ആണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഹെവി മോട്ടോർ വെഹിക്കിൾ HMV ഡ്രൈവിംഗ് ലൈസൻസ് വിൽ ബി ഗിവൺ പ്രിഫറൻസ്. അതായത് നിങ്ങൾക്ക് കാർ ഓടിക്കാനോ അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾ, ബസ്, ലോറി പോലുള്ള ഇതൊക്കെ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിലൊരു മുൻഗണന ലഭിക്കും. ഈ GD എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരു മുൻഗണന ലഭിക്കുമെന്നാണ് പറയുന്നത്. 21ാമത്തെ വയസ്സിലാണ് ഐ തിങ്ക് നമുക്ക് ഹെവി വെഹിക്കിൾ എടുക്കാനായിട്ട് സാധിക്കുന്നത്. 21 വയസ്സെങ്കിൽ മിനിമം വേണം. ലൈറ്റ് മോട്ടോർ എടുക്കാൻ 18 ആ ഒരു ഏജ് നമുക്ക് പൂർത്തിയായാൽ മതിയാവുന്നതാണ്. അതായത് അതിന് മുമ്പ് നമുക്ക് ലേണേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാന്നുള്ള അതിൻ്റെ റൂള് തീർച്ചയായിട്ടും നോക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അറിവിൽ നിന്ന് പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വെച്ച് പറയുന്നതാണല്ലോ. ഇതിൻ്റെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മുൻഗണന ലഭിക്കും. അപ്പോൾ 17 വയസ്സ് മുതൽ 22 വയസ്സ് വരെയാണ് നിങ്ങൾക്കിവിടെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് ആർമി GDൻ്റെ ആണ്. ഇനി ആർമി ടെക്നിക്കലിൻ്റെ യോഗ്യത നമുക്ക് നോക്കാം. +2 നിങ്ങൾക്ക് എന്ത് ചെയ്യണം, +2 പാസ്സായിരിക്കണം. അത് സയൻസ്, അതുപോലെ തന്നെ സയൻസിൽ എന്ത് വേണം, ഫിസിക്സ്, മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. 50% മാർക്കോട് കൂടി നിങ്ങളത് പാസ്സായിട്ടും ഉണ്ടാവണം. മൊത്തത്തിലാണ് പറഞ്ഞത് അഗ്രിഗേറ്റ്. മൊത്തത്തിൽ നിങ്ങൾ സയൻസ് +2 50% മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കൃത്യമായി പറയുകയാണെങ്കിൽ +2 ഉണ്ടായിരിക്കണം. ഇൻ്റർമീഡിയറ്റ് അത് +2 പാസ് ഇൻ സയൻസ് വിത്ത് ഫിസിക്സ്, മാത്സ് ആൻഡ് ഇംഗ്ലീഷ് വിത്ത് മിനിമം 50% മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അഗ്രിഗേറ്റിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അപർണ യോഗ്യതയിലെ മറ്റൊരു യോഗ്യതയോടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇൻ്റർമീഡിയറ്റ് +2 തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സയൻസോട് കൂടി വേണം, ഫിസിക്സ്, മാത്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷോട് കൂടി വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇനി റെക്കഗ്നൈസ്ഡ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് ഓർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മതി. അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് NIOS ആൻഡ് ITI കോഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ പെർസെൻറ്റേജ് മാറ്റി ഈ ITI കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. ഇനി ചിലവർക്ക് പെർസെൻറ്റേജ് ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ അഡീഷണൽ യോഗ്യത ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതുമില്ലെങ്കിൽ പാസ് 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് ഫിസിക്സ്, മാത്സ് ഇതൊക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടാകണം. എഡ്യൂക്കേഷൻ ബോർഡ് റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിൽ അവിടെയും 50% മാർക്ക് വേണം. ഇവിടെ അപേക്ഷിക്കാനും 17 മുതൽ 22 വയസ്സ് വരെയാണ് ഏജ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതിൻ്റെ കുറച്ച് അഡീഷണൽ യോഗ്യതയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ താഴേക്ക് പറയുന്നത്. ആ യോഗ്യത ഇല്ലാത്തവർക്ക് മറ്റൊരു യോഗ്യതയിൽ അപേക്ഷിക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്, താഴേക്ക് പറയുന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി അഗ്നിവീർ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ്. +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത. അതായത് ഇൻ്റർമീഡിയറ്റ് +2 പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആർട്സ്, കൊമേഴ്സ്, സയൻസിൽ പാസ്സായിട്ടുണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. 60% മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം. ഇനി അഗ്രിഗേറ്റ് മൊത്തത്തിൽ 60% മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം. മിനിമം 50% മാർക്ക് ഈച്ച് സബ്ജക്റ്റിൽ, ഓരോ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 50% മാർക്കും വേണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. 50% മാർക്ക് ഇംഗ്ലീഷ്, മാത്സ്, അക്കൗണ്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ട്സ് ഓർ ബുക്ക് കീപ്പിംഗ് ഇൻ ക്ലാസ് 12th ആണ് പറഞ്ഞിട്ടുള്ളത്. അത് നിർബന്ധമായിട്ട് വേണം. അതായത് ഇംഗ്ലീഷ് ആൻഡ് മാത്സ്, അക്കൗണ്ട്സ്, ബുക്ക് കീപ്പിംഗ് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്തുണ്ടാവണം, 50% മാർക്കോട് കൂടി നിങ്ങൾക്ക് ഇത് ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും പറയുന്നത്. ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക്, ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 17 to 22 വയസ്സ് വരെ തന്നെയാണ് അതിൻ്റെ ഏജ്. പിന്നെ അഗ്നിവീർ ട്രേഡ്സ്മാൻ, ഇവിടെ നിങ്ങൾ സിംപ്ലി 10ാം ക്ലാസ് പാസ്സായാൽ മതി. ഇവിടെ 45% ഒന്നും 5 ബേസിക് സബ്ജക്റ്റിൽ പറയുന്നില്ല, പക്ഷേ 33% 5 ബേസിക് സബ്ജക്റ്റിൽ പറയുന്നുണ്ട്. 17 to 22 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 5 ബേസിക് സബ്ജക്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെയാണ് വന്നിട്ടുള്ളതെങ്കിൽ GDൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും പറഞ്ഞ വീഡിയോൻ്റെ ലെങ്ത് കൂടും, അതുകൊണ്ട് നമ്മൾ അതൊന്ന് സ്കിപ്പ് ചെയ്യാണ്, ഓൾറെഡി പറഞ്ഞതാണല്ലോ. അതുപോലെ തന്നെ 8th പാസിൻ്റെ ട്രേഡ്സ്മാൻ 8th പാസിന് വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും 33% എന്ത് ചെയ്യുന്നത് 8th പാസിന്, 8th പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 5 ബേസിക് സബ്ജക്റ്റിന് 8th നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 33% മാർക്ക് ഉണ്ടായിരിക്കണം. അവിടെയും 17 മുതൽ 22 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിവരമാണ് പറഞ്ഞിട്ടുള്ളത്. സോ കൃത്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1 ജൂലൈ 2005 അതുപോലെ 1 ജൂലൈ 2009 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഹൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. GDയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 166 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ചെസ്റ്റ് എല്ലാത്തിൻ്റെയും സെയിം ആണ് കേട്ടോ, അതുകൊണ്ട് ഒറ്റ തവണ പറയുകയാണ് നമ്മൾ 77 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അതാണ് ചെസ്റ്റിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ആർമി ടെക്നിക്കലിന് 165 സെൻറ്റിമീറ്റർ ഉയരം വേണം. ട്രേഡ്സ്മാൻ 10th നിങ്ങൾക്ക് 166 സെൻറ്റിമീറ്റർ വേണം. 8th സെയിം തന്നെയാണ്. അതുപോലെ തന്നെ അഗ്നിവീർ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ,
സ്റ്റോർ കീപ്പർ അതുപോലെ ടെക്നിക്കൽ പോസ്റ്റിലേക്കെല്ലാം 162 സെൻറ്റിമീറ്ററാണ് ഉയരം ചോദിച്ചിട്ടുള്ളത് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇവിടെ റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. സ്പോർട്സ്മാനും കാര്യങ്ങൾക്ക് റിലാക്സേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ലഡാക്ക് റീജിയൻ അത് നമ്മുടെ വീഡിയോ കാണുന്നവർ ഉൾപ്പെടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബോണസ് മാർക്കിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോരോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ബോണസ് മാർക്ക് ലഭിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം പറഞ്ഞിട്ടുള്ളത് ആർമി GD ആണ്, അതിൽ മാക്സിമം എത്ര നമുക്ക് മാർക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് NCC A സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമുക്ക് എത്ര ലഭിക്കും, C സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും 25 മാർക്ക് ലഭിക്കുന്നതാണ് GDക്ക്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ താഴേക്ക് പോവുകയാണ്, ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ആകെ നിങ്ങൾക്ക് ഒരു വർഷം 30 ലീവാണ് ഉണ്ടാകുക. പിന്നെ മെഡിക്കൽ ലീവും കാര്യങ്ങളൊക്കെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അഗ്നിവീർ എന്ന് പറയുന്നത് 4 വർഷത്തെ സർവീസാണ് നിങ്ങൾക്ക് വരുന്നത്, 4 year സർവീസാണ്. അതിൽ നിങ്ങൾ 4 വർഷം കഴിഞ്ഞാൽ ഒരു നിശ്ചിത ശതമാനം ആൾക്കാരെ പെർസെൻറ്റേജ് പീപ്പിൾസ് അല്ലെങ്കിൽ വ്യക്തികളെ പെർമനൻ്റ് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ അവിടെ നിന്ന് ലീവ് ചെയ്ത് വരേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യ വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, 4 വർഷമാണ് നിൽക്കുക. ആദ്യ വർഷം നിങ്ങൾക്ക് 30,000 ശമ്പളം ഉണ്ടെങ്കിലും 21,000 കയ്യിൽ ലഭിക്കുക, 9,000 ഗവൺമെൻറ് പിടിച്ചു വെക്കുന്നതായിരിക്കും. അങ്ങനെ അടുത്ത വർഷം നിങ്ങൾക്ക് ലഭിക്കും, എത്ര ലഭിക്കും, 3ാമത്തെ വർഷം 4ാമത്തെ വർഷം ഓരോ വർഷവും നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന ഇൻ ഹാൻഡ് സാലറി നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. കാരണം ബാക്കിയുള്ള എമൗണ്ട് ഗവൺമെൻറ് പിടിച്ചു വെക്കും ഇതിൽ നിന്ന്. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യും, നിങ്ങൾ ഈ ഒരു 5 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ 5 ലക്ഷം രൂപേൻ്റെ അടുത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വെച്ച ഏകദേശം എമൗണ്ട് ഇവിടെ ആയതായിട്ട് കാണാൻ സാധിക്കും, 5+. അപ്പോൾ അതും പിന്നെ ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ഒക്കെ കൂടിയിട്ട് ഏകദേശം ഒരു 10 ലക്ഷത്തിൻ്റെ മുകളിലെ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും 4 വർഷം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം നമ്മുടെ SSC GD പോലുള്ള പോസ്റ്റുകളിലേക്കെല്ലാം നിങ്ങൾക്ക് പ്രിഫറൻസും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു റിസർവേഷനും കാര്യങ്ങൾ, നിങ്ങൾക്കൊരു മുൻഗണനയും കാര്യങ്ങളൊക്കെ നൽകാനായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അഗ്നിവീർ ജയിക്കുന്നവർക്കാണ് കേട്ടോ. അത് ആദ്യം അഗ്നിവീർ ഇറങ്ങുന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷേ ഒരുപാട് മുമ്പോട്ടേക്ക് ഒരുപാട് അഗ്നിവീഴ്സ് ഇറങ്ങുകയാണെങ്കിൽ അതിൽ ഏജിൽ നല്ല റിലേസേഷൻ അഗ്നിവീറിന് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫിസിക്കൽ എന്ന് പറയുന്ന സംഭവമില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എല്ലാവരും അഗ്നിവീർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നോക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളൊരു മേഖല തന്നെയാണ്. കാരണം ഞാൻ മുമ്പോട്ട് അത് പറയാം. അപ്പോൾ അഗ്നിവീർ നോക്കുന്ന സമയത്ത് പിന്നെ നോർമൽ സിവിലിയൻസിനേക്കാളും കൂടുതൽ സിവിലിയൻസ് തന്നെയാണ് പിന്നീട് അഗ്നിവീർ ഇറങ്ങുന്ന സമയത്ത്. എനിവേ അങ്ങനെയാണ് കൺസിഡർ ചെയ്യാൻ ഐ തിങ്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സിവിലിയൻസിനേക്കാളും കട്ട് ഓഫ് പിന്നീട് തുടക്കത്തിൽ ഉണ്ടാവില്ലെന്ന് എനിക്കും തോന്നുന്നുണ്ട്. എൻ്റെ ഒരു അനുമാനം മാത്രം പറയുന്നതാണ് കേട്ടോ. ഒരുപാട് വർഷങ്ങൾ അങ്ങനെ കൂടി പോകുന്നതിനനുസരിച്ച് ഈ അഗ്നിവീർസിൻ്റെ എണ്ണം, ലീവ് ചെയ്ത് വരുന്ന അഗ്നിവീർസിൻ്റെ എണ്ണം കൂടുകയും തൊട്ടടുത്തൊന്നും നടക്കില്ല. കാരണം 4 വർഷം എടുക്കും അഗ്നിവീർസ് ഒന്ന് ലീവ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ 2-3 ബാച്ചുകൾ ഇങ്ങനെ അടുത്തടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് അഗ്നിവീർസ് ഇങ്ങനെ പെൻഡിങ് നിൽക്കുമ്പോൾ അവരുടെ കട്ട് ഓഫ് നോർമലി ഇൻക്രീസ് ചെയ്ത് ഗ്രാജുവലി പോകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുണ്ട്. സാഹചര്യം പോലെയാണ്. മറ്റൊരു സ്ഥലത്ത് AI നല്ല രീതിയിൽ വളരുന്നതുകൊണ്ട് അവിടെ മറ്റ് മാറ്റങ്ങളും വരും. അത് നമ്മൾ ആധികാരികമായിട്ട് സംസാരിച്ച് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് അത് പറഞ്ഞപ്പോൾ ആ ഒരു രീതിയിൽ വന്നതാണ്. എന്തായാലും നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും കൂടി കിടക്കാവുന്നതാണ്. സാലറി അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഇതിൻ്റെ അപേക്ഷാ ഫീസ്, എക്സാമിനേഷൻ അപേക്ഷാ ഫീസ് ഉണ്ട്, 250 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. അതെല്ലാവരും തന്നെ അപേക്ഷാ ഫീസ് അടക്കണം കേട്ടോ. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടക്കാം. പിന്നെ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് ഇതിന് വരുന്നത് കോമൺ എക്സാം ആണ്, എൻട്രൻസ് എക്സാമിനേഷൻ ആണ് വരുന്നത്. അപ്പോൾ ആ എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സാം കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അലോ ചെയ്യും. അപ്പോൾ എക്സാം നിങ്ങൾക്ക് ഉണ്ടാകും. എക്സാമിൽ എന്താ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഫുൾ മാർക്ക് ഫോർ എവറി കറക്റ്റ് ആൻസർ. അതായത് നിങ്ങൾ ഒരു ചോദ്യം ശരിയാക്കി കഴിഞ്ഞാൽ അതിന് 1 മാർക്കാണെങ്കിൽ ആ 1 മാർക്ക് കൃത്യമായിട്ട് ലഭിക്കും. നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ മാർക്ക് ലഭിക്കത്തില്ല. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിവ്യൂ ഫോർ മാർക്ക് കിട്ടാലും അത് അറ്റൻഡ് ചെയ്തതായിട്ട് കൂട്ടുന്നതായിരിക്കും. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നോ നെഗറ്റീവ് മാർക്കിംഗ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രാധാന്യത കൂടി ഞാൻ സൈറയെ കണക്ട് ചെയ്ത് പറയാം. സൈറ എന്ന് പറയുന്നത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഒരിക്കലും വലിച്ചു വാരി മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ അവരെ കുറച്ച് പറയുന്നില്ല, അങ്ങനെ പഠിക്കണം, തീർച്ചയായിട്ടും അങ്ങനെ പഠിക്കണം. പക്ഷെ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് വലിച്ചു വാടി പഠിച്ച് പഴയ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുപോകാനുള്ളൊരു എയിം അല്ല ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്ത് നമ്മുടെ PDF ഉൾപ്പെടുത്തിയതുപോലെ, PDF ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയാൽ ഇനിയും വീഡിയോ ലെങ്ത് ആവും. ജസ്റ്റ് നമ്മുടെ ഇതിലേക്ക് പോവുക, ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതിലൊന്ന് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് സന്ദർശിക്കുക. അതിൽ നിങ്ങൾക്ക് സ്റ്റഡി ഗൈഡ് എന്ന് പറയുന്ന PSC ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആർമി, SSC, അതുപോലെ RRB എല്ലാം കൂടി സ്റ്റഡി ഗൈഡ് എന്ന് പറയുന്ന ഒരു ഹൈലൈറ്റ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. വെറും 24 രൂപക്ക് നമ്മൾ കൊടുത്ത ഒരു PDF, അതായത് GD കോൺസ്റ്റബിളിന് വേണ്ടി, GDക്ക് വേണ്ടിയിട്ട്, ആർമി GD അതുപോലെ തന്നെ WMP ഇതിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള PDF, നമ്മൾ എക്സാമിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ആ PDF കുട്ടികൾ പഠിച്ചിട്ട് ലിസ്റ്റിൽ വരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടിയവരുണ്ട്, അതിൽ ഒരുപാട് പേർക്ക് അങ്ങനെ കിട്ടിയിട്ട് പോയിട്ടുണ്ട്, ആർമിയിലേക്ക് പോയിട്ടുണ്ട്.
അപ്പോൾ അതേ കാര്യം തന്നെയാണ് നമ്മൾ സൈറയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് വെറും 499 രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങുന്ന പൈസയേ ഉള്ളൂ. ഈ പൈസക്ക് നിങ്ങൾക്ക് സൈറയുടെ അഡ്വാൻസ് ലെവൽ ഗ്ലാസ്സുകൾ, അത് മൊത്തം വലിച്ചു വാരി പഠിക്കുന്ന ഗ്ലാസ്സുകളല്ല നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അത് ഉടനെ ലോഞ്ച് ചെയ്യും. ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാണ്. ഇനി നിങ്ങളുടെ എക്സാം, ആ ഒരു എക്സാം അടുക്കുന്ന സമയത്താണ് അത് കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാനായിട്ട് പോകുന്നത്. ഏകദേശം അതിനൊരു കാൽക്കുലേഷൻ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ ടീം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ സൈറയുടെ വാട്സപ്പ് ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്ത് നിന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ആർമി ജി ഡിക്കും വുമൺ മിലിറ്ററിക്കും മാത്രമാണ് കേട്ടോ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫെസിലിറ്റി ജസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് സൈറയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ ലഭിക്കും. അതായത് വലിച്ചു വാരി നമ്മൾ പഠിക്കുന്നൊന്നുമില്ല, ഇതിൻ്റെ ഒരു എല്ലാത്തിൻ്റെ ഒരു മോഡൽ നമ്മൾ പഠിക്കും, എന്താണ് സംഭവം നമ്മൾ മനസ്സിലാക്കും. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ബേസിക് ലെവലും അഡ്വാൻസ് ലെവലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണല്ലോ. ഏത് ലെവലിലുള്ളവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് തുടക്കം മുതൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാത്തിൻ്റെ ഒരു ബേസ് സൈറ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ PDF മെറ്റീരിയൽ ഒന്നോ രണ്ടോ ഒന്നല്ല, ഒരുപാട് PDF മെറ്റീരിയൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ ഒരു PDF മെറ്റീരിയലിൻ്റെ പവറാണ് നിങ്ങൾ ആ ഹൈലൈറ്റിൽ കാണുന്നത്, അതും കൂടി ഇതിൻ്റെ കൂടെ ലഭിക്കും. ഇനി PDF മെറ്റീരിയലിനെക്കാളും കൂടുതൽ പവർ ഉണ്ടാക്കാൻ പോകുന്നത് സൈറയുടെ ഗ്ലാസ്സുകൾ തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. കാരണം അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതിൻ്റെ പവറിൻ്റെ അടുത്ത് നമുക്കിപ്പം ഇടപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഏകദേശം പറ്റുമെങ്കിലും ഏകദേശം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആയി. പണ്ടൊക്കെ നമുക്ക് പറയായിരുന്നു നമുക്ക് ഉറപ്പായിട്ടും പറ്റുന്നു, കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അതിനൊന്നും തൊട്ട് നോക്കാൻ പോലും പറ്റില്ലെന്ന്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, എനിവേ, അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആവും. ഇവിടെ നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യം പറഞ്ഞാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലല്ലോ, ഞാൻ ക്ലാസ് എടുക്കണ്ടല്ലോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏതൊരു അക്കാഡമിയിൽ പോയിട്ടും ക്ലാസ് എടുക്കാം. അതിൻ്റെ കൂടെ സൈറേൻ്റെ ക്ലാസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 499 രൂപയുള്ളൂ, ഒരു ബുക്ക് വാങ്ങുന്ന പോലെ ആ ഒരു ലെവലിൽ പഠിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചേ പറ്റത്തുള്ളൂ. സൈറേൻ്റെ ക്ലാസ് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും, തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അതിൻ്റെ കൂടെ PDF മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം ഇവിടെ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഇല്ല. പക്ഷേ എല്ലാ കുട്ടികളും ആൻസർ ചെയ്യും. ഇപ്പോൾ 10 പേര് ഒരു 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ അതിൽ 5 എണ്ണമെങ്കിലും ശരിയാവാനുള്ള ചാൻസ് കൂടുതലല്ലേ. 50-50 നമുക്ക് അടിക്കാമല്ലോ, ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ കട്ട് ഓഫ് നോർമലി കയറുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ശരി ഉത്തരങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ലിസ്റ്റിൽ, നമ്മൾ ലിസ്റ്റിൽ വന്നുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല, ഫൈനൽ ലിസ്റ്റിൽ നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ശരി ഉത്തരങ്ങൾ മാത്രം നമ്മൾ ആൻസർ ചെയ്യണം. ഇനി ശരി ഉത്തരം അറിയില്ല, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, 4 ഓപ്ഷൻ ഉണ്ടാവും, 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് കണ്ണും പൂത്തിരിക്കും കറക്കി കുത്തണം. പക്ഷേ എന്ത് ചെയ്യണം, അവിടെയും ഒരു പ്രോബബിലിറ്റി നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. ആ ഒരു പ്രോബബിലിറ്റി എടുത്തിട്ട്, അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ഒന്ന് DU അല്ല, CU അല്ല, DU അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 2 എണ്ണമാണുള്ളത്, 50-50 ചാൻസ് ആണ് അവിടെ വരുന്നത്. അതിലൊന്ന് സെലക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചെങ്കിൽ അവിടെ അത് ശരിയാവാനുള്ള ചാൻസ് ഹൈ ആണ്. ഈ 4 എണ്ണത്തിൽ ചെയ്യുന്നതിനേക്കാളും ഹൈ ആണല്ലോ ഈ 2 എണ്ണത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ആൻസറിലേക്ക് കൂടുതൽ എടുക്കണം, എങ്കിലേ നമ്മുടെ മാർക്ക് കൂടത്തുള്ളൂ. നമ്മൾ ചുമ്മാ കറക്കി കുത്തി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കുന്നത്? ആർമിക്ക് അറിയാം, പഠിക്കാതെ വന്നിട്ട് നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ, പഠിക്കാതെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ജയിക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ കട്ട് ഓഫ് ഹൈ ആവത്തേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും പാസ്സാവാൻ പറ്റും. ഫൈനൽ ലിസ്റ്റിൽ വരണമെന്നുണ്ട് എന്ത് ചെയ്യും, ആർമി മാർക്ക് കൂട്ടിയിടാൻ ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പഠനം നമ്മൾ കാഴ്ചവെക്കണം. അതിന് സൈറ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. സൈറയുടെ PDF-ഉം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതിന് ഒരു ഉറപ്പ് തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം കഴിഞ്ഞ വർഷത്തെ PDF-ഉം അതേ മെത്തേഡിലുള്ള PDF തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് നൽകുന്നത്. കഴിഞ്ഞ വർഷം നൽകിയിട്ടുള്ളത് അതും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള മറ്റ് PDF-കളും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതും പഠിക്കണം, സൈറേൻ്റെ ക്ലാസ്സും പഠിക്കണം, മോക്ക് ടെസ്റ്റും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എക്സാം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആദ്യ ഫേസിൽ എക്സാം ഉണ്ടാവും. എക്സാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സെക്കൻഡ് ഫേസിലേക്ക് എൻ്റർ ആവാനായിട്ട് പോകുന്നത്. സെക്കൻഡ് ഫേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് നിങ്ങൾക്ക് വരുന്ന സെക്കൻഡ് ഫേസ്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾ സൈറയുടെ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ കുറേ അപ്ഡേറ്റും കാര്യങ്ങളും നിങ്ങളുടെ പഠനവും എല്ലാം കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഫേസ് പാസ്സായി എന്ന് വിചാരിക്കൂ. ഫസ്റ്റ് ഫേസ് പാസ്സായതിനു ശേഷം നിങ്ങൾ സെക്കൻഡ് ഫേസിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ മാർക്കിൻ്റെ ബേസിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, അതാ പറഞ്ഞ കട്ട് ഓഫ് കൂട്ടിയിടും. ഒരുപാട് പേര് നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആൻസർ ചെയ്യും. നെഗറ്റീവ് മാർക്കിൻ്റെ എവിടെയും നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഇല്ല നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നമുക്കത് ഊട്ടി ഉറപ്പിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ നമുക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് മാർക്ക് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളത് വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നമ്മുടെ SSC GD കോൺസ്റ്റബിൾ അതിൽ ഇപ്പോൾ നമ്മൾ റാലി നടക്കുന്ന ആ ഒരു ദിവസം വരെ നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം അല്ലെങ്കിൽ എല്ലാവരും വിശ്വസിച്ചിരുന്നത് എന്താ, റോഡിലൂടെ ആയിരിക്കും റാലി അല്ലെങ്കിൽ ഓട്ടം നടക്കുകയാണ്. കഴിഞ്ഞ വർഷം റോഡിലൂടെ ആയിരുന്നു, അതിൻ്റെ മുമ്പത്തെ വർഷം റോഡിലൂടെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നത് ഗ്രൗണ്ടിലൂടെ ആകുന്നുള്ളൊരു ഇൻഫർമേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കണക്കിലെടുത്തില്ല. പക്ഷേ റാലി നടക്കുന്ന ദിവസം നേരെ അത് ഗ്രൗണ്ടിലൂടെ ആക്കി.
അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ തവണയും റിക്രൂട്ട്മെന്റിൽ ഏത് നിമിഷം വേണ്ടിക്കലും സെക്കൻഡ് സ്റ്റേജിലാണ് ഇവിടെ മാറ്റങ്ങൾ വന്നത്, ഏത് നിമിഷവും മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസിൽ മുമ്പോട്ട് അത് മാറ്റങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിളിന് നെഗറ്റീവ് മാർക്കിംഗ് ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നു, മേ ബി അവർക്ക് ആഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആഡ് ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഫിസിക്കലും മെയിൻറ്റെയിൻ ചെയ്യണം. ഫിസിക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠനവും വേണം, ഫിസിക്കലും വേണം. കൂടുതൽ പ്രയോറിറ്റി ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, പണ്ട് ഫിസിക്കലിനായിരുന്നു പ്രയോറിറ്റി എങ്കിൽ ഇപ്പോൾ നമുക്ക് എക്സാമിനും അതുപോലുള്ള പ്രയോറിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം, സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സെക്കൻഡ് ഫേസിൽ നമുക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അത് ആർമീൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ പബ്ലിഷ് ചെയ്ത കുട്ടികൾ ഒരു ആർമി റാലി ഉണ്ട്, നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് റാലി ഷെഡ്യൂൾ ഉണ്ടാകും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോകണം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ട്, അഡ്മിറ്റ് കാർഡ് കൊടുത്തിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഈ എന്തായാലും എക്സാം അല്ല അത് നടക്കുന്നത്, എന്തായാലും റാലി നടക്കുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണമെന്ന് ഞാൻ പറയും. ഇവിടെ അഡ്മിറ്റ് കാർഡ്, കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് റാലി നടക്കുന്ന സമയത്ത് ഒന്നാമത് ഇപ്പോൾ അരമണിക്കൂറിൻ്റെ അടുത്ത് വീഡിയോ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് മുഴുവിപ്പിക്കാതെ ഈ കാര്യങ്ങൾ പറയാത്ത കേട്ടോ. ഇത് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എല്ലാം ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ടല്ല തോന്നുക. അപ്പോൾ എന്തായാലും നമ്മളിത് ചെയ്യും, ടെൻഷൻ ആവേണ്ട. ആ ഒരു സമയത്തൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. ഡോക്യുമെൻ്റ് ഒക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ, അതായത് റിക്രൂട്ട്മെൻറ്റ് റാലിൻ്റെ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ 1600 മീറ്റർ ഓട്ടാണ്, അതായത് 1.6 കിലോമീറ്റർ റണ്ണാണ് വരുന്നത്. അത് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് ലഭിക്കുന്ന മാർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ ഈ ഒരു ദൂരം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് 60 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും 100-ൽ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ടോട്ടൽ 60 മാർക്കാണ് കേട്ടോ. ഇവിടെ 60 മാർക്ക്, ടോട്ടൽ 60 മാർക്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 60 തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതിൽ നിന്ന് കുറഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കലിൻ്റെ മാർക്കുകളാണ് കേട്ടോ. ഇത് ഫിസിക്കലിന് ഇവിടെ ലഭിക്കുന്ന മാർക്ക്, നിങ്ങൾക്ക് ഓട്ടത്തിന് ലഭിക്കുന്ന മാർക്കാണ്. പിന്നെ പുള്ളപ്സിന് 10 പുള്ളപ്സ് ആകുമ്പോൾ 40 മാർക്ക്, അങ്ങനെ 100 മാർക്ക്. ഇത് രണ്ടിലും 100 മാർക്ക്, പിന്നെ എക്സാമിൻ്റെ 100, അങ്ങനെ ആ ഒരു ലെവലിൽ നമുക്ക് മാർക്കുകൾ കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 60 മാർക്ക് ഈ ഒരു ടൈമിൽ കയറി കഴിഞ്ഞാൽ, അതിന് സെക്കൻഡ് ഗ്രൂപ്പ് 5 മിനിറ്റ് 31 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് 45 സെക്കൻഡ് വരെ 48 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തേർഡ് ഗ്രൂപ്പ് കാണാൻ സാധിക്കും 36 മാർക്ക് ലഭിക്കുന്നത്. പിന്നെ ഫോർത്ത് ഗ്രൂപ്പ് കാണാൻ സാധിക്കും 24 മാർക്കാണ് അവിടെ ലഭിക്കുന്നത്. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർത്ത് ഗ്രൂപ്പിൽ പെട്ട ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. കാരണം അവർക്ക് എക്സാമിന് മാർക്ക് കൂടുതലായിരുന്നടാ. അപ്പോൾ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. നല്ല രീതിയിൽ എക്സാമിന് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് വേണം. എക്സാമിന് മാർക്ക് കൂടുതലാണ്, പിന്നെ പുള്ളപ്പ് നല്ല രീതിയിൽ എടുത്ത് 40 മാർക്ക് പുള്ളപ്പിനും ഉണ്ട്. അപ്പോൾ അവിടെയും നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്കായില്ലേ. അത് ഇവിടെ 24-ഉം 40-ഉം കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 60-64 മാർക്കിൻ്റെ അടുത്ത് ആയില്ലേ. അപ്പോൾ ഈ 64 കിട്ടണമെന്നില്ല, 10 പുഷപ്പ് എടുക്കണം എന്നുണ്ടാവില്ല. പക്ഷേ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണ് മാർക്കിൻ്റെ സിസ്റ്റം വരുന്നത് കേട്ടോ. പിന്നെ പുള്ളപ്പിലേക്ക് കിടക്കുകയാണെങ്കിൽ 10 പുള്ളപ്പിന് 40 മാർക്ക്, 9 എടുത്ത് എത്ര ലഭിക്കും, 8 എടുത്ത് എത്ര ലഭിക്കും, അങ്ങനെ 6 വരെ എടുത്ത് എത്ര മാർക്ക് ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്ര എടുത്താൽ എത്ര മാർക്ക് വരെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 9 ഫീറ്റിൻ്റെ ഒരു ഡിച്ച് ഉണ്ട്, അത് ക്വാളിഫൈ ചെയ്താൽ മതി. പിന്നെ സിക്സാക് ബാലൻസിംഗ് ഉണ്ട്, അതും ക്വാളിഫൈ ചെയ്താൽ മതി. അതൊരു കടങ്ങുണ്ടാവും, അത് ചാടിക്കിടക്കണം, ഇതാണ് ഇവിടെ വരുന്നത്. പിന്നെ ഒരു സിക്സാക് എന്ന് പറയുന്ന ഒരു പാലം പോലത്തെ ഒരു സംഭവം, അതിൻ്റെ മുകളിൽ നമ്മൾ നിലത്ത് വീഴാതെ ഇങ്ങനെ നടക്കണം. നമ്മൾ ഈ സർക്കസിലൊക്കെ 2 കൈ അപ്പുറം ഇപ്പുറം വെച്ച് നടക്കുന്ന കണ്ടിട്ടില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടോ, സിക്സാക് ബാലൻസിംഗ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബ് കാണാൻ പറ്റും, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നതായിരിക്കും. മെഡിക്കലും കഴിഞ്ഞിട്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് വരുന്നത്, ഫൈനൽ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. മെഡിക്കൽ ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് ഫൈനൽ ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടാലാണ് നിങ്ങൾക്ക് ജോലിയിലേക്ക് പോകാൻ പറ്റുക. സോ ഇത്ര നേരം കൊണ്ട് നമ്മളെല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. 1/2 മണിക്കൂർ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്. കാരണം ഇനിയും ഇതിൻ്റെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് 1 by 1 ആയിട്ട് ഞാൻ മുമ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. ഒരുപാട് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കട്ടെ. പിന്നെ സൈറേൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഉണ്ട് കേട്ടോ. സൈറേൻ്റെ ജോയിൻ ചെയ്യേണ്ട ലിങ്ക്, പിന്നെ സൈറേൻ്റെ ടീമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഗ്നിവീർ അല്ലാതെ നമ്മുടെ പെർമനൻറ്റ് കാറ്റഗറി ആയിട്ടുള്ള സോൾജർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ നമ്മളിപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പർച്ചേസ് ചെയ്യേണ്ട ലിങ്കും എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യേണ്ട ലിങ്കുകളും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ സൈറേൻ്റെ വാട്സപ്പ് ചാനൽ ജസ്റ്റ് ജോയിൻ ചെയ്തിരുന്നാൽ ആർമി GD അതുപോലെ തന്നെ WMB ഒക്കെ പഠിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും ആവുന്നതായിരിക്കും. കാരണം കറണ്ട് അഫയേഴ്സ് ഒക്കെ അതിൽ ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.